Assalamu alaikum. Welcome back to our channel. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ കാണാം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് റവ, വറുത്തതും വറുക്കാത്തതും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളം കൂടുതലാവണ്ട, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അരച്ചപ്പം കുറച്ച് വെള്ളം കുറവാണ്, കുറച്ച് ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ച് മിനിമം 10 to 15 റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതേ ഉള്ളൂ. ഞാനിവിടെ 1/2 hour റെസ്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കുക. വളരെ കൂടുതലൊന്നും വേണ്ട, ഒരു സ്പൂണ് മതി. അത് കൂടുതലായിട്ട് പരത്തി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, എന്താ വെജിറ്റബിൾസ് നമുക്ക് ഇടാൻ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ സവാള, പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കുക കേട്ടോ. ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്തിട്ടുണ്ട്. എന്താ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചമ്മന്തിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, തികച്ചും ഓപ്ഷനിൽ മാത്രമാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് അതൊക്കെ ഒരു ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി അതിൻ്റെ മേലെ ഒരു സ്പൂണിന് ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഓർ ഓയിൽ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. അതിന് ഒന്ന് സെറ്റായി തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മുടെ റവ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്നെസ്, നല്ല ടേസ്റ്റിയാണ്. വെജിറ്റബിൾസ് ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കറി ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി ആവാം. നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.